ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. അതെ, കപ്പലും തുറമുഖവും അദാനിയുമൊക്കെ ആയിട്ടുള്ള സതീശൻ്റെ ആ സ്നേഹബന്ധവും അതിൽ നടത്തിയ ചില ഡീലുകളുമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പൊതുഭരണം കൂടാതെ ധനകാര്യം, തുറമുഖം, നിയമം, ഇങ്ങനെ പ്രധാനപ്പെട്ട 4 വകുപ്പുകളാണ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിമാർ ഇത്രയും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒരുമിച്ച് വഹിക്കുന്ന രീതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. തുറമുഖവും നിയമവും വിട്ടുകൊടുക്കണമെന്ന ഹൈക്കമാൻഡിന്റെ വരെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് സതീശൻ പുള്ളിയുടെ വകുപ്പുകൾ കൈപ്പിടിയിൽ ഒതുക്കിയത്. അതിന് പിന്നിൽ വ്യക്തമായ ചില താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുന്നതിന് 2-3 ദിവസം മുമ്പ് സതീശൻ ഒരു മംഗലാപുരം യാത്ര നടത്തിയത് ഓർമ്മയുണ്ടോ? അവിടെ മുതലാണ് ഇക്കഥയുടെ ആരംഭം. മൂകാംബിക സന്ദർശനം എന്നാണ് സതീശൻ ആ യാത്രയെ വിശേഷിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ക്ഷേത്ര സന്ദർശനത്തിന് ചാർട്ടേഡ് വിമാനം, അതും മറ്റൊരു പ്രമുഖ കമ്പനിയുടെ ചെലവിൽ. മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഫലം വന്നു, ഫ്ലെക്സുകൾ വന്നു, മുഖ്യമന്ത്രിയാകാൻ അടിയായി വലിയായി ഒടുവിൽ ആ സ്ഥാനവും പിടിച്ചു. അപ്പൊ പൊതുഭരണം മാത്രം പോരാ, തുറമുഖവും ധനകാര്യവും നിയമവും വേണമെന്നായി. അതും പിടിവലിയിലൂടെ ഉറപ്പിച്ചു. ഇനി മംഗലാപുര യാത്രയും വകുപ്പുകളും ചേർത്ത് ഒന്ന് വായിച്ചു നോക്കിയേ. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിക്ക് സേവ ചെയ്യാൻ ഇതിലും വലിയൊരു അവസരം വേറെയുണ്ടോ? അങ്ങനെ വകുപ്പുകൾ കൈക്കലാക്കിക്കൊണ്ട് ആദ്യത്തെ ഉത്തരവ് വന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ CMD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ നീക്കി. അദാനി കമ്പനിയുടെ താല്പര്യം സംരക്ഷിക്കാനായിരുന്നു ഈ തീരുമാനം. ദിവ്യയെ നീക്കുകയും ജൂനിയറായ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അദാനി ഗ്രൂപ്പിനുള്ള ഓഹരി വിൽപ്പന നീക്കം നടത്തിയത്. ഓർക്കണം, ദിവ്യയെ നീക്കണമെന്നത് LDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഉയർന്ന ആവശ്യമാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറ്റില്ല എന്ന് തീർത്തു പറയുകയും ചെയ്തിരുന്നു. ഗവൺമെന്റ് വിഴിഞ്ഞം കരാർ വ്യവസ്ഥയിൽ അദാനി കമ്പനി മാറ്റത്തിന് ശ്രമിച്ചപ്പോഴെല്ലാം തടഞ്ഞത് ദിവ്യയായിരുന്നു. അതുകൊണ്ടാണ് ദിവ്യയെ മാറ്റണമെന്ന ആവശ്യം അദാനി ഗ്രൂപ്പ് മുമ്പോട്ട് വെച്ചത്. എന്നിട്ടിപ്പോ VD സതീശൻ വന്ന ഉടനെ തന്നെ ദിവ്യയെ അങ്ങോട്ട് മാറ്റി. അദാനി സ്നേഹം അല്ലാതെന്ത്? എന്നിട്ട് ഓഹരി കൈമാറ്റത്തിലൂടെ 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരുന്നതായി വാർത്താക്കുറിപ്പിലൂടെ കമ്പനി മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചു. പക്ഷേ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുകയല്ല, അദാനി കമ്പനിയുടെ ഓഹരി വാങ്ങുകയാണ് ചെയ്തത്. ഇതിനെയാണ് വിദേശ നിക്ഷേപം വരുന്നു എന്ന തലത്തിൽ വാർത്ത പ്രചരിപ്പിച്ചത്. ഇപ്പൊ മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയാകും മുമ്പ് അദാനി ഗ്രൂപ്പ് ഒരുക്കിയ ചാർട്ടേഡ് വിമാനത്തിൽ VD സതീശൻ നടത്തിയ മംഗളൂരു യാത്രയും തുറമുഖ നിയമ വകുപ്പുകൾ സതീശൻ കൈവശം വെക്കുന്നതും CMDയെ മാറ്റിയതും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ തന്നെ തുറമുഖ സെക്രട്ടറി ആക്കിയതും ഒക്കെ എന്തിനായിരുന്നു എന്ന്. എന്നിട്ടൊരു പ്രഖ്യാപനവും അടിയന്തര യോഗം വിളിച്ച് ചർച്ച ചെയ്യട്ടെ എന്ന്. പൂക്കി മുക്കിന്റെ ചർച്ച എങ്ങനെയാണെന്ന് അറിയാമോ? എന്ത് പറഞ്ഞാലും എന്ത് സെഞ്ചാലും നീ ചെയ്യുമാടാ. മക്കളൊരു കളി വേണ്ട. നിന്നെ കാമിച്ചു തരാം. നീ അമ്പെടുത്തില്ല കൊണ്ടില്ലെങ്കിൽ അപാനന്റെ നെഞ്ചുമലി കേറ്റും. നിക്കുമേ നിക്കുമേ നിക്കുമേ. അതെ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറമുഖ മന്ത്രി VD സതീശനെ കാണും. എന്നിട്ട് ആ ഫയൽ മുഖ്യമന്ത്രി VD സതീശനിലേക്ക് എത്തും. നിയമവശ അറിയുന്നതിനായി ആ ഫയൽ നിയമവകുപ്പ് മന്ത്രി VD സതീശനിലേക്ക് എത്തും. ധനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രി VD സതീശനിലേക്ക് എത്തും. എല്ലാം കഴിഞ്ഞ് അന്തിമ തീരുമാനത്തിന് വീണ്ടും മുഖ്യമന്ത്രി സതീശനിലേക്ക്. ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ജനങ്ങളുടെ അവസ്ഥയോ? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക. താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണ്? എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്കുക. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ഇനി ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം എന്ന് വ്യവസ്ഥയുണ്ട്. ഒറ്റയ്ക്കായോ കൂട്ടായോ 25% മുകളിൽ ഓഹരി കൈമാറുന്നതിന് മുൻകൂർ അനുമതി വേണം. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ അദാനിക്ക് ഓഹരി കൈമാറാൻ കഴിയില്ല എന്ന് വ്യക്തമായി കരാറിൽ പറയുന്നുണ്ട്. അദാനിക്ക് എങ്ങനെ സർക്കാരിനെ അറിയിക്കാതെ 49% ഓഹരി കൈമാറ്റം നടത്താനുള്ള ധൈര്യം കിട്ടി? ഈ ചോദ്യത്തിന് പൂക്കി മുക്കിനും മറുപടിയില്ല. എന്നിട്ട് ഓഹരി വിൽപ്പനയ്ക്ക് അദാനി നീക്കം നടത്തി. ജൂൺ 26 സെബിക്ക് കത്തയച്ചിട്ടും തുറമുഖ മന്ത്രിയും കൂടിയായ മുഖ്യൻ മാത്രം അറിഞ്ഞില്ല. തൂക്കിയിട്ട് നടക്കാനാണോ സാർ തോക്ക് എന്ന് ചോദിച്ചതുപോലെ ഒന്ന് ചോദിച്ചോട്ടെ, തുറമുഖ മന്ത്രി പദവും മുഖ്യമന്ത്രി കസേരയും കാണാൻ വെച്ചിരിക്കുന്നതാണോ? ഇതെല്ലാം നടന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന വാദം അങ്ങോട്ട് ഒത്തുപോകുന്നില്ല മിസ്റ്റർ മുഖ്യൻ. വേറെ വല്ല നുണയും കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും തെളിവുകൾ പുറത്തു വന്നിട്ടും എനിക്കൊന്നും അറിയാൻ പാടില്ലേ എന്നും പറഞ്ഞ് സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ ഇരുട്ടാകില്ല.
നിങ്ങൾക്ക് വിഴിഞ്ഞം കൈമാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാമെന്നത് വ്യക്തമാണ്. കണ്ണാടി നോക്കി കണ്ണുരുട്ടിയുള്ള നാടകം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.